ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ പാലക്കാട് വി.കെ. ശ്രീകണ്ഠനായി പ്രചരണം ആരംഭിച്ച് ഷാഫി പറമ്പിൽ എം.എൽ.എ. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വി.കെ. ശ്രീകണ്ഠനെ വിജയിപ്പിക്കാൻ പ്രവർത്തിക്കണമെന്ന് ഷാഫി പറമ്പിൽ പ്രവർത്തകരോട് പറഞ്ഞു. കെ.പി.സി.സി സംഘടിപ്പിക്കുന്ന സമരാഗ്നി ജാഥയുടെ ഭാഗമായി മണ്ണാർക്കാട് നടന്ന കോൺഗ്രസ് മണ്ഡലം കൺവെൻഷനിലാണ് ഷാഫിയുടെ പ്രഖ്യാപനം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ നാടിനെ ഇങ്ങനെ ഐക്യത്തോടെ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനത്തെ അതിനെ മതത്തിന്റെ വർഗീയതയുടെ ഈ പറയുന്ന എല്ലാത്തിന്റെയും പേരിൽ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ തിരിച്ചു വരണമെങ്കിൽ കോൺഗ്രസ് ജയിക്കണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മണ്ണാർക്കാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം രാജ്യത്തെ മതേതര ചേരിക്ക് വേണ്ടി കൈവേർത്താൻ വി.കെ. ശ്രീകണ്ഠൻ എം.പി ഇപ്പോ കിട്ടിയതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഉണ്ടായിരിക്കണമെന്നുള്ളത് ഈ നാടിന്റെ അനിവാര്യതയാണ്. അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാവണം. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തിയിട്ടില്ല, പക്ഷേ സിറ്റിംഗ് എം.പിമാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന പ്രാഥമിക ധാരണയുടെ പുറത്തായിരിക്കുമോ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ഈ വി.കെ. ശ്രീകണ്ഠന് വേണ്ടിയുള്ള പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്? ഇക്ബാൽ, അരുൺകുമാർ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി വി.കെ. ശ്രീകണ്ഠൻ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒലവക്കോടും പാലക്കാടുമെല്ലാം വി.കെ. ശ്രീകണ്ഠനായിട്ടുള്ള ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പാലക്കാട്ടെ DCC നേതൃത്വം തന്നെ പ്രവർത്തകർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് ആരും തന്നെ വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തിറങ്ങേണ്ട എന്നൊരു കാര്യം. പക്ഷേ ഇന്നലെ വൈകിട്ട് മണ്ണാർക്കാട് നടന്ന കോൺഗ്രസിന്റെ ഒരു കൺവെൻഷൻ യോഗത്തിനിടയിലാണ് ഷാഫി പറമ്പിൽ MLA തന്നെ ഇത്തരത്തിൽ വി.കെ. ശ്രീകണ്ഠൻ എംപിക്കായി പ്രചരണം ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. KPCC സംഘടിപ്പിക്കുന്ന സമരാഗ്നി പരിപാടിയുടെ ഭാഗമായാണ് ഇന്നലെ ഷാഫി പറമ്പിൽ MLA മണ്ണാർക്കാട്ടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയത്. ഈ സമയത്താണ് മണ്ണാർക്കാട്ടെ പ്രവർത്തകർക്ക് കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയത്. വി.കെ. ശ്രീകണ്ഠൻ എംപിയെ വലിയ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ കടുത്ത അല്ലെങ്കിൽ പ്രവർത്തികളുമായി പ്രവർത്തകർ രംഗത്തിറങ്ങണം എന്നൊരു നിർദ്ദേശമാണ് ഷാഫി പറമ്പിൽ MLA പറഞ്ഞത്. വിവരങ്ങൾ നൽകിയത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. വി.കെ. ശ്രീകണ്ഠനെ കഴിഞ്ഞ തവണ വിജയിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നൽകി പാർലമെന്റിലേക്ക് അയക്കണം എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ മണ്ണാർക്കാട് നടന്ന സമരാഗ്നിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇനി വരാൻ പോകുന്ന ഒരു 60-70 ദിവസങ്ങൾ ഇന്ത്യയുടെ മഹാഭാരത് ഇന്ത്യ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്.